ഗൾഫിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. 7-ന് നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷയും മാറ്റിവെച്ചു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനാണെങ്കിൽ പഠിച്ച് ഒരു പരുവായിരുന്നു. എല്ലാം പഠിച്ചു തീർന്നായിരുന്നു ഞാന്. എനിക്കാണെങ്കിൽ പ്രീ ബോർഡിന് 96.8 കിട്ടിയുള്ളൂ. എന്നാൽ ഞാൻ ഓർത്തു ഈ എക്സാമിന് എനിക്ക് സെന്റം വാങ്ങിക്കാമെന്ന്. എക്സ്ട്രാ ട്യൂഷനും പോയി. എത്ര സമയം ഞാൻ പഠിച്ചു. ഞാൻ വിചാരിച്ചത് എനിക്ക് ആ ബോർഡ് എക്സാമിന് ഫുൾ സെന്റവും വാങ്ങിച്ച് അഥവാ അത് കിട്ടിയില്ലെങ്കിൽ മെയിലെ സെക്കൻഡ് ബോർഡ് എക്സാം വരുമ്പോഴത്തേനകത്ത് ഞാൻ സ്കോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്ത് കഷ്ടമാണെന്ന് നോക്കി. ഞങ്ങളെ പോലെ പഠിക്കുന്ന പിള്ളേർക്ക് എന്ത് പാടായി ഈ യുദ്ധമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല്. എക്സാം എഴുതാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. എത്ര എക്സാം ക്യാൻസൽ ചെയ്താലും ഞാൻ ഇരുന്ന് പഠിക്കാൻ പോവാ. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എക്സാം ക്യാൻസൽ ചെയ്തല്ലേ? ഞാനതിങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു ബോർഡ് എക്സാമിന്റെ മാർക്ക് ആയിരിക്കും എടുക്കുന്നത് അല്ലേ? എനിക്കാണെങ്കിൽ സബ്ജക്ട്സിനൊക്കെ 90% മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഈ ബോർഡിന് കൂടെ കൂടുതൽ കിട്ടുമെങ്കിൽ കിട്ടട്ടെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനി ബുക്സ് എല്ലാം അടച്ചു വെക്കാം അല്ലേ? ഇനിയിപ്പോ പഠിക്കണ്ടല്ലോ, എക്സാം ക്യാൻസൽ ആയില്ലേ. ഇനി എൻട്രൻസ് വരുന്നില്ലേ? ഇനി അത് കാണുമോ എന്തോ? നീ പ്രിപ്പയർ ചെയ്യുന്നില്ലേ എൻട്രൻസിന് വേണ്ടി? ഞാനോ? എൻട്രൻസിനോ? ഓ ഇല്ലടി, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്നാ ഇനി അതിന് പഠിക്കാം അല്ലേ? ശരി, ഓക്കെ. ഹലോ, അറിഞ്ഞില്ലേ? എക്സാം ക്യാൻസൽ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിനക്ക് പ്രീ ബോർഡിന് എത്ര ഉണ്ടായിരുന്നു? പ്രീ ബോർഡിന് ഫിസിക്സ് കെമിസ്ട്രി പൊട്ടിയായിരുന്നേ. അയ്യോടി, അപ്പൊ ഇനി എന്തു ചെയ്യും? അത് സ്കൂളിൽ ചിലപ്പം എന്തെങ്കിലും കമ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ ഇടുമായിരിക്കും. അങ്ങനെ വല്ല എഴുതി വെക്കാന്ന് വിചാരിക്കുക. നിന്നെയൊക്കെ സമ്മതിക്കണം. എനിക്കാണെങ്കിൽ എന്റെ ടെൻഷൻ അറിയാമോ? എനിക്ക് സ്കൂൾ ലൈഫ് ഒക്കെ മിസ് ചെയ്യാൻ പോകുന്നത്. പഠിക്കാനല്ലായിരുന്നെങ്കിലും വെറുതെ വന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒന്ന് ഇരിക്കാനൊക്കെ നല്ല സന്തോഷമായിരുന്നല്ലേ? അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. എക്സാം ഒന്നും എനിക്ക് വേണ്ട. നിനക്കൊരു ടെൻഷനും ഇല്ലേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എടി, പ്രിൻസിപ്പലിനോട് പറഞ്ഞ് ഇനി എക്സാം വെക്കാൻ പറഞ്ഞാലോ? പോയി പണി നോക്കിയേ. എന്തിനാടി എക്സാം ഒക്കെ? നമുക്ക് ആരെ കണ്ടുപിടിച്ചത്? കുറച്ച് എക്സാം എഴുതി കുറച്ച് മാർക്കും കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തോ കിട്ടാനാ? നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഓക്കെ ബൈ എടി. ഹലോ എടി, ഈ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന ചാപ്റ്ററിനകത്തെ എക്സസൈസ് നമ്പർ 2.3.2, പിന്നെ 2.4, 2.5, പിന്നെ 2.5.6, 2.7, 2.8, 2.9, 2.10, 2.11, 2.12, 13, 14, 15, 16, 17. എടി, ഇതിന്റെയൊക്കെ ആൻസർ ഒന്ന് എനിക്ക് അയച്ചു തരാമോ? എടി, നീ അറിഞ്ഞില്ലേ? എക്സാംസ് ഒക്കെ ക്യാൻസൽ ആക്കി. സമാധാനമായി. എനിക്ക് ഉറക്കം വരുന്നടി. എന്നാ ശരി, ഓക്കെ ബൈ. എടി ഹലോ. എടി, ഞാൻ എക്സാം എഴുതാൻ വരുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും പഠിച്ചു കഴിഞ്ഞില്ല. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. എനിക്കിനി കെമിസ്ട്രി പഠിക്കാനുണ്ട്, ഫിസിക്സ് എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ വരുന്നില്ല എക്സാം എഴുതാൻ. എടി മണ്ടു, എക്സാം ക്യാൻസൽ ചെയ്തടി. ക്യാൻസൽ ചെയ്തെന്നോ? രക്ഷപ്പെട്ടു. ഏത് നേരത്താണോ ക്യാൻസൽ ചെയ്യാൻ തോന്നിയത്? സൂപ്പർ തീരുമാനം. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ, പുറത്തൊക്കെ പോവാലോ. ഓക്കെ ബൈ.